നമസ്കാരം. സാൻഡ് റൂട്ട്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിനിഷ ഒരു ഹായ് പറയും. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ പുറകെ കാണുന്ന ചാമുണ്ടേശ്വരി ഹില്ലാട്ടോ. നമ്മളിപ്പോഴത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കാൻ പോയി. ഹോട്ടൽ ഹനുമന്ത എന്ന് പറഞ്ഞിട്ടൊരു ഫേമസ് ഹോട്ടലുണ്ട്, ബിരിയാണിയൊക്കെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നേരെ അവിടെ പോയിട്ട് ബിരിയാണി കഴിക്കുന്നു. അതിനുശേഷം ഈ മൈസൂർ പാക്ക് കണ്ടുപിടിച്ച ഒരു ബേക്കറി ഉണ്ട്. ബേക്കറിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കും പോകുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ ആണ് ഇപ്പോൾ ഉണ്ടാവുക. അപ്പോൾ നേരെ നമുക്ക് ബിരിയാണി കഴിക്കാൻ പോകാം. മൈസൂർ സൂവിൻ്റെ പാർക്കിംഗ് ആട്ടോ, സെക്കൻഡ് പാർക്കിംഗ് ആണ്. നമ്മൾ അവിടെ നിന്നാണ് ഇപ്പം ഇവിടുന്ന് 2 കിലോമീറ്ററാണ് കാണിക്കുന്നത്. പോയി നല്ല ഹള്ളി പോലത്തെ സ്ഥലത്തിൽ കൂടെ ആട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സംഭവം ടൗണിൽ നിന്ന് 2-3 കിലോമീറ്ററേ ഉള്ളൂ, പക്ഷേ നമ്മളിങ്ങനെ ഇടവഴികളിലൂടെയാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ഹോട്ടൽ ഹനുമന്തു കേട്ടോ. 1930 ഇവരിവിടെ സർവീസ് തുടങ്ങിയേക്കുന്നത്. അക്ബർ റോഡിലാണുള്ളത് മൈസൂർ. അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറി നോക്കാം. ഞങ്ങൾ ഓർഡർ ചെയ്തത് 2 മട്ടൻ പുലാവും 1 ചിക്കൻ കബാബുമാണ്. അതാണ് അവിടുത്തെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള സാധനം. മട്ടൻ്റെ വെറൈറ്റീസാണ് അവിടെ കിട്ടുന്നത്. അതിലേറ്റവും പ്രധാനമാണ് മട്ടൻ പുലാവ്. ഈ പാത്രത്തിലിരിക്കുന്ന കറുത്ത ചട്നിയില്ലേ, അത് നമുക്ക് പറ്റില്ല കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് നമുക്ക് പറ്റില്ല. ബിരിയാണി ക്വാണ്ടിറ്റി നല്ല കൂടുതലുണ്ട് കേട്ടോ. ബിരിയാണി അല്ല, ആക്ച്വലി പുലാവ് എന്നാണ് അവർ പറയുന്നത്. നല്ല സോഫ്റ്റാണ്, നല്ല ജ്യൂസിയാണ്. നല്ല ഇങ്ങനെ കുഴച്ച് ഒരു പീസ് വെച്ച് അങ്ങനെ കുഴച്ചങ്ങ് കഴിക്കണം. അടിപൊളിയാ. നല്ല ചൂട്, നല്ല സോഫ്റ്റ്. നമ്മുടെ അവിടുന്ന് ഇപ്പൊ ചിക്കൻ ഒന്നും കഴിക്കാൻ പറ്റില്ല, പക്ഷിപ്പനി ആയതുകൊണ്ട്. സ്പൈസി ഒന്നുമില്ല, നല്ല പാകത്തിനുള്ള എരിവാണ്. നമ്മുടെ അവിടെ നാട്ടിലെ പോത്തുംകാലിൻ്റെ ഒരു വീഡിയോ ആയിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലത്തെ അല്ല, വലിയ കാല പോത്തുകൾ. ഇത് ആട്. പുലാവ് 1 ഓർഡർ ചെയ്താൽ 2 പേർക്ക് കഴിക്കാം കേട്ടോ. നമ്മൾ ആക്ച്വലി 2 ഓർഡർ ചെയ്തു, പക്ഷേ എന്നാലും ഞങ്ങളത് മുഴുവൻ കഴിച്ചു. നല്ല സൂപ്പർ ബിരിയാണി. വയറും മനസ്സും നിറഞ്ഞ് ഞങ്ങൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. അടിപൊളിയായിരുന്നു. മട്ടൻ ബിരിയാണി വിത്ത് ചിക്കൻ കബാബാണ്. ചിക്കൻ കബാബ് അതാ കാണുന്നതാണ് ഹോട്ടല്. അപ്പോൾ മൈസൂർ വരുന്നവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഹോട്ടൽ ഹനുമന്ത്. അതിൻ്റെ അഡ്രസ്സും ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അല്ലേ. നല്ല സൂപ്പറാണ്. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് പോകുന്നത് വെച്ചാൽ ഗുരു സ്വീറ്റ് മാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ബേക്കറി ഉണ്ട് ഇവിടെ. അതായത് മൈസൂർ പാക്ക് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്നത്. അത് കണ്ടുപിടിച്ച അവരാണ് കണ്ടുപിടിച്ചത്, മൈസൂർ പാക്ക്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ഒരു മൈസൂർ പാക്ക് അതുകൊണ്ട് 1-1.5 കിലോമീറ്റർ കൂടെ ഉള്ളൂ. നേരെ അങ്ങോട്ടേക്ക് പോവാം. ന്യൂ സയ്യാജി റാവു റോഡാണിത്. ഭയങ്കര റഷാണ് കണ്ടോ. വണ്ടികളാണെങ്കിലും അതെ, റോഡിലെ ആൾക്കാരാണെങ്കിലും അതെ. വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ല, ബൈക്ക് വെക്കാൻ പോലും. മാർക്കറ്റ് ഏരിയ അല്ലേ, പേശ് മേടിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളായിരിക്കും അല്ലേ. കണ്ടില്ലേ, ടെക്സ്റ്റൈൽസ് ഉണ്ട്, ഫുഡ് വെയർസ് ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇവിടെ. 2 സൈഡും അതെ, ഫുള്ള് റഷാ. ഇതാ ഇവിടെ വെക്കാം, അങ്ങോട്ട് കയറില്ലല്ലോടാ. ഇത്രയോ? ഫ്രൂട്ട്സ് ഒക്കെ വെച്ചേക്കുന്നേ. പോക്കറ്റ് അടിച്ച് പോകാൻ നോക്കിയോ, പോക്കറ്റും ബാഗും. ഇതൊക്കെ എന്തൊക്കെ സാധനങ്ങളില്ലേ. എടാ തട്ടി തെറപ്പിക്കണ്ടോ, നിന്റെ കാലിപ്പോൾ ആ ഒരു കുപ്പി തട്ടണ്ടായിരുന്നു, തേനിൻ്റെ കുപ്പിയിൽ. ചെടി മുതൽ പച്ചക്കറി മുതൽ എല്ലാ സാധനങ്ങളും ഉണ്ടല്ലേ. ഗുരു സ്വീറ്റ് മാർട്ട് ഇത് തന്നെയല്ലേ? യെസ്. ഇതാണ് ഗുരു സ്വീറ്റ് മാർട്ട് കേട്ടോ. അതായത് മൈസൂർ പാക്ക് കണ്ടുപിടിച്ച ഷോപ്പാണിത്. ഈ ആൾക്കാരൊക്കെ മൈസൂർ പാക്ക് വാങ്ങാൻ വന്നായിരിക്കുന്നല്ലേ. ഭയങ്കര തിരക്കാട്ടോ. പഴയ ഒരു ബിൽഡിംഗ് ആണ് ഈ മാർക്കറ്റിനകത്ത്. ഇവിടെ നിന്നാണ് ഈ ഫേമസ് മൈസൂർ പാക്ക് കണ്ടുപിടിച്ചത്. നോക്കിയാൽ വിവിധ നിറത്തിൽ, വിവിധ രൂപത്തിൽ, വിവിധ ടേസ്റ്റിലായിരിക്കും ഇരിക്കുന്നത് അല്ലേ.
എന്നാ തിരക്കാതെ കന്നഡയിൽ എഴുതിയേക്കുന്നത് സ്പെഷ്യലിസ്റ്റ് ഇൻ മൈസൂർ പാക്ക്. ഗുരു സ്വീറ്റ്സ് കിട്ടണമെങ്കിൽ ഭയങ്കര പണിയാണ്. ഇതെന്തോ ഉള്ളി തന്നെ എന്തോ ഒരു പണിയാണ് ചെയ്യുന്നത്. ആകെ രണ്ടുപേരും ഉള്ളിലും ഒരാൾ പുറത്തും ഉള്ളു സ്റ്റാഫായിട്ട്. പൈസ മേടിക്കുന്നു, പാക്ക് ചെയ്യുന്നു. ഒരു 50 സ്ക്വയർ ഫീറ്റ് ഷോപ്പാണ്. ജനങ്ങളിങ്ങനെ വന്നോണ്ടിരിക്കുക. ജിലേബി ഉണ്ട് കേട്ടോ, ജിലേബി ഉണ്ട്. പിന്നെ പേടയുണ്ട്, പല കളറുണ്ട്, പച്ച, ഓറഞ്ച്, മഞ്ഞ. പിന്നെ ഇതാ ഗീൻ്റെ എന്തൊക്കെയോ സംഭവങ്ങൾ. ഭയങ്കര സംഭവമല്ലേ. ആ നീ കൊടുത്തോ? കയ്യങ്ങ് വെച്ചോ? ആള് ചൂടനാന്ന് തോന്നുന്നല്ലേ. അയാൾക്ക് കച്ചവടം ചെയ്ത് ദേഷ്യമായി തോന്നുന്നു. തിരക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. എന്താ ചെയ്യ. ഇതാ കൊണ്ടിരുന്നു, അവിടെ നിന്ന് ഉണ്ടാക്കി എടുത്തോണ്ട് വരുന്നു. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാക്കിയിട്ടേ കൊണ്ടിരുന്നാന്ന് തോന്നുന്നു. ഇനി ഇവിടെ അത് സ്റ്റോക്ക് ചെയ്യും. ഉണ്ടാക്കി കൊടുക്കുന്നത് ഇതിന് പുറകിൽ തന്നെ ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നു. ഉള്ളിലോട്ട് പല മോഡൽ സാധനങ്ങൾ ഇരിപ്പുണ്ട് കേട്ടോ. ഒരു ഇതിന് തന്നെ വരണം. പക്ഷേ ഇവിടെ ഈ തിരക്കിനിടയ്ക്ക് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാനൊന്നും കഴിയില്ല എന്തൊക്കെയാ സാധനങ്ങൾ. പിന്നെ കാണുകയെന്ന് മാത്രമേ ഉള്ളൂ. തിരക്കുണ്ടോ? മോഡൊക്കെ നിൽക്കുമോ? ഇത് നമ്മുടെ സാധനം കിട്ടിട്ടോ, സ്പെഷ്യൽ മൈസൂർ പാക്ക് 250 ഗ്രാം ആണ്. അതിന് പിന്നെ 120 രൂപ കേട്ടോ. നമുക്ക് സാധനം എങ്ങനെ ഉണ്ടെന്ന് ഭക്ഷണം കഴിച്ചോ. ഭക്ഷണമല്ല, സ്വീറ്റ് കേട്ടോ. നമ്മൾ ബിരിയാണി കണ്ടല്ലോ, നല്ല അടിപൊളി ബിരിയാണി, മട്ടൻ ബിരിയാണി കഴിച്ചിട്ടാണ് ആക്ച്വലി നമ്മൾ ഈ സ്വീറ്റ്സ് വാങ്ങാൻ പോയത് കേട്ടോ. എങ്ങനെയുണ്ട് നോക്കാം. നമ്മൾ അൺബോക്സ് ചെയ്യാണ് സ്വീറ്റ്സ്. നമ്മൾ വണ്ടീൻ്റെ മേലെ വെച്ചിട്ടാട്ടോ അൺബോക്സ് ചെയ്യുന്നത്. 3 കവറുണ്ടല്ലേ. ഇതെല്ലാം പാക്കിംഗ് ആണോ? പ്ലാസ്റ്റിക് പക്ഷെ നമ്മളിവിടെ ഇടാൻ പാടില്ല കേട്ടോ. സൂപ്പർ. ചൂടുണ്ടല്ലേടാ, ചൂട് സാധനം. അവിടെ നിന്ന് ഉണ്ടാക്കി അപ്പം എടുത്ത് വെക്കാൻ തോന്നുന്നു അല്ലേ. നമ്മളവിടെയൊക്കെ കിട്ടുന്ന ബേക്കറിൽ കിട്ടുന്ന നല്ല ഭയങ്കര കട്ടിയല്ലേ. ഇത് നല്ല പഞ്ഞി പോലെ, നല്ല ജ്യൂസി സാധനം. പഞ്ഞി പോലെ അടിപൊളി. നെയ്യൊക്കെ ഇട്ടുണ്ടെന്ന് തോന്നുന്നു. സൂപ്പർ കേട്ടോ. മൈസൂർ വരുന്ന ആൾക്കാർക്ക് ട്രൈ ചെയ്യാൻ ഞാൻ 2 സാധനങ്ങൾ പറഞ്ഞില്ലേ. ഒന്ന് ഹനുമന്ത ഹോട്ടൽ കേട്ടോ. അവിടെ നിന്ന് ബിരിയാണി കഴിക്കാം. മട്ടൻ ബിരിയാണീൻ്റെ കൂടെ അവിടെ മട്ടൻ ഫ്രൈ, മട്ടൻ്റെ പല ഐറ്റംസ് ഉണ്ട് വേറെ കൂടെ കഴിക്കാൻ. അതല്ലാതെ ചിക്കൻ ഫ്രൈ, ചിക്കൻ കബാബ് ഉണ്ട്. ഞങ്ങൾ ചിക്കൻ കബാബ് മേടിച്ചു, അടിപൊളിയാണ്, രണ്ടും കിട്ടുക. പിന്നെ ഒന്ന് ഇത് ഗുരു സ്വീറ്റ്സ്. ഇച്ചിരി റഷ് അവിടെ പോകാനായിട്ട്, പക്ഷേ സമയം കണ്ടെത്തി പോയാൽ ഒരിക്കലും നഷ്ടമാവില്ല. നമ്മുടെ മൈസൂർ പാക്കിൻ്റെ മണ്ണടിച്ചിട്ട് പട്ടികളൊക്കെ കറങ്ങി നിൽക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. ഇന്നിപ്പോൾ ഒരു ഫുഡ് വീഡിയോ ആയിരുന്നു ആക്ച്വലി നമ്മൾ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. നാളെ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. പ്ലീസ് സബ്സ്ക്രൈബ് സാൻഡ് റോഡ്സ്. ഓക്കെ, ബൈ.